ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഡ്രാമ മൂവിയായ ഹാൽ എന്ന മൂവിയാണ്. കഥ തുടങ്ങുന്നത് ഒരു മുസ്ലിം യുവാവിനെ കാണിച്ചുകൊണ്ടാണ്. അവന്റെ പാഷൻ എന്ന് പറയുന്നത് റാപ്പ് സംഗീതമാണ്. അതിലൂടെ അവൻ തന്റെ വികാരങ്ങളും പ്രതിഷേധങ്ങളും മതത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങളും യുവതലമുറയുടെ സ്വാതന്ത്ര്യക്കുരുക്കുകളും എല്ലാം തന്നെ തുറന്നു പറയുന്നു. പിന്നീട് അവന്റെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ നഴ്സിംഗ് വിദ്യാർത്ഥിനി കടന്നു വരികയാണ്. ആദ്യം സൗഹൃദത്തിലായവർ പിന്നീട് പ്രണയത്തിലാകുന്നു. അങ്ങനെ രണ്ട് മതത്തിലുള്ളവർ പ്രണയിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ആസിഫിനെ കാണിക്കുന്നു. അവനൊരു മുസ്ലിം കല്യാണ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഒരു തട്ടമിട്ട പെൺകുട്ടി ഡാൻസ് കളിക്കുന്നത് അവന് ശ്രദ്ധയിൽപ്പെടുന്നു. അവളെ കണ്ട ഉടനെ ആസിഫിന് അവളോടൊരു അട്രാക്ഷൻ തോന്നുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ആസിഫിന്റെ ഫാമിലിയെ കാണിക്കുന്നു. അവനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അവന്റെ ഉപ്പയേക്കാൾ ഉമ്മയോടാണ് അവന് കൂടുതൽ ഇഷ്ടം. ഒരു ഹോട്ടലുണ്ട്, അതുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഉപ്പയ്ക്ക് അവനൊരു റാപ്പർ ആവുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉപ്പ അവനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ എത്തുന്നത് അവന്റെ അങ്കിളാണ്. അങ്കിൾ അവന് എപ്പോഴും സപ്പോർട്ടായിരുന്നു. അങ്കിളുടെ സുഹൃത്തായ പോൾ വർഗീസിന് ഒരു പഴയ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അത് ഏറ്റെടുത്ത് നടക്കാൻ ഒരാളെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. ഈ കാര്യം അങ്കിൾ ആസിഫിനോട് പറയുന്നു. ഈ പോൾ വർഗീസ് ആളൊരു വക്കീലായിരുന്നു. അയാളെ കണ്ട് സംസാരിച്ച് സ്റ്റുഡിയോ ഏറ്റെടുത്ത് നടത്താൻ അങ്കിൾ അവനോട് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആസിഫും ഫ്രണ്ട്സും കൂടെ ചേർന്ന് പോൾ വർഗീസിനെ കണ്ട് ആ കാര്യം സംസാരിച്ച് സെറ്റാക്കുന്നു. അത് കഴിഞ്ഞ് ആസിഫ് സിഗ്നൽ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു സ്കൂൾ ബസ്സിൽ അവൻ കണ്ട ആ പെൺകുട്ടിയെ കാണുന്നത്. അവൻ സിഗ്നൽ പോലും നോക്കാതെ ബൈക്കും എടുത്ത് ബസ്സിന്റെ പുറകെ തന്നെ പോവാണ്. അവൻ സ്കൂളിലെത്തി നോക്കുമ്പോഴാണ് പോലീസ് അവനെ ഫോളോ ചെയ്ത് വന്ന കാര്യം മനസ്സിലാകുന്നത്. പോലീസ് വന്ന് 2000 രൂപ ഫൈൻ കൊടുത്തു. അവൻ പോലീസിനോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവളോട് 2000 രൂപ കടം ചോദിക്കുന്നു. അവൾ ഒരു മടിയും കൂടാതെ അവന് 2000 രൂപ കടം കൊടുത്തു. പണം തിരിച്ചു നൽകാനായി അവളോട് പേരും ഫോൺ നമ്പറും അവൻ ചോദിച്ചു വാങ്ങാണ്. അവളുടെ പേരാണെങ്കിൽ മരിയ ഫെർണാണ്ടസ് എന്നായിരുന്നു. അതോടെ അവൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അന്ന് അവർ ആദ്യമായി സംസാരിക്കുകയും അന്നത്തെ ദിവസം അവർ നന്നായി സന്തോഷിക്കുകയും ചെയ്തു. അവൻ പിന്നീട് അവളെ ഫോളോ ചെയ്ത് പോവുകയും ഓരോ സ്ഥലത്ത് വെച്ച് സംസാരിക്കുകയും അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്യാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി പാർക്കിലിരിക്കുന്ന നേരം കുറച്ച് പയ്യന്മാർ വന്ന് മറിയെ നോക്കി മോശമായി സംസാരിക്കുന്നത് ആസിഫ് കേൾക്കുകയാണ്. അത് കേട്ട് ആസിഫിന് നല്ല ദേഷ്യം വരികയും അവർമാർക്കിട്ട് നല്ല തല്ലു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതുവഴി വന്ന പോലീസ് അത് കാണുകയും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാണ്. എന്നാൽ സ്റ്റേഷനിൽ വെച്ച് ആ പയ്യന്മാർ കള്ളം പറയാൻ തുടങ്ങി. ആസിഫിനെയും ആ പെൺകുട്ടിയും മോശമായ രീതിയിൽ അവർ കണ്ടു എന്നും അത് കണ്ട് പ്രതികരിച്ചതാണെന്നും പറഞ്ഞ് അവർ കള്ളം പറയുന്നു. ഇത് കാണുന്ന ഇൻസ്പെക്ടർ ആസിഫിനോട് മോശമായി പെരുമാറുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ നിന്നും ഇറക്കി വിട്ടെങ്കിലും ആ പോലീസുകാരന് ഒരു പണി കൊടുക്കാൻ ആസിഫ് തീരുമാനിക്കുന്നു. അതിനായി ആസിഫ് അയാൾക്കെതിരെ വരികൾ എഴുതി ഒരു റാപ്പ് സോങ് തയ്യാറാക്കുകയാണ്. അതിൽ മറിയ തട്ടമിട്ട് ഡാൻസ് ചെയ്യുന്നുമുണ്ട്. അതോടെ ആ സോങ് വൈറലാവുകയും അവനും അവന്റെ ഫ്രണ്ട്സും ഫേമസ് ആവുകയുമാണ്. അവന്റെ ആഗ്രഹം പോലെ ആ പോലീസുകാരനും ആ സോങ് കേൾക്കുകയും ചെയ്തു. സോങ് വൈറലായതുകൊണ്ട് തന്നെ അവരെല്ലാവരും സന്തോഷത്തിലായിരുന്നു. ആസിഫ് പോളച്ച് നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളോട് അത് തുറന്നു പറയാൻ ആസിഫിനോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾക്ക് എക്സാം ആയതിനാൽ സ്റ്റഡി ലീവിന് അവൾ നാട്ടിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് അന്ന് അവന് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയില്ല. ശേഷം അവളെ ഫോളോ ചെയ്ത് അവളുടെ വീട് കണ്ടുപിടിക്കുകയും അവളുടെ അച്ഛനെ കണ്ടതും അവന് പഴയ കാര്യം ഓർമ്മ വന്ന് അവൻ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. റൂമിലെത്തി കാര്യമായി എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം അവൻ അത് കിട്ടുന്നു. അതൊരു പഴയ സ്കൂൾ ഫോട്ടോ ആയിരുന്നു. ഒരു പള്ളിയിലച്ഛന്റെ അടുത്തായി സീതയുടെ വേഷമണിഞ്ഞ് ഒരു പെൺകുട്ടിയും ശ്രീരാമന്റെ വേഷമണിഞ്ഞ് ഒരു പയ്യനും നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. പണ്ട് ആസിഫും മേരിയും ഒരുമിച്ച് പഠിച്ചവരാണെന്ന് ആസിഫിനൊപ്പം മനസ്സിലാവാണ്. മാത്രമല്ല അന്ന് അവന് അവളോടൊരു ഇഷ്ടം തോന്നിയതായിരുന്നു. ആ കാര്യമെല്ലാം ഓർമ്മ വന്ന ആസിഫ് ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ആസിഫ് മറിയെ കാണാനായി പോകുന്നു. അന്ന് എന്തായാലും ആസിഫ് തന്റെ ഇഷ്ടം തുറന്നു പറയാനിരിക്കായിരുന്നു. എന്നാൽ അവിടെ വെച്ചായിരുന്നു കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മറിയ അവളുടെ വെഡ്ഡിംഗ് കാർഡ് ആസിഫിന് കൊടുക്കുന്നു. ആസിഫിന് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം മറിയക്ക് അറിയാമായിരുന്നു. അവൾക്കും തിരിച്ച് അവനെ ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണത്തിന് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഒന്നും പറയാൻ വയ്യാതെ ആകെ വിഷമത്തിൽ അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി. അവന്റെ സങ്കടങ്ങളൊക്കെ അവരോട് തുറന്നു പറഞ്ഞു. അങ്ങനെ കുറെ ദിവസങ്ങളോളം അവൻ വിഷമിച്ച് നടന്നു. അങ്ങനെ അവന്റെ ഉമ്മയും ഫ്രണ്ട്സും കൂടെ അവനെ ആശ്വസിപ്പിക്കുകയും മറിയയുടെ കല്യാണത്തിന് എന്തായാലും പോകണമെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അയക്കുകയും ചെയ്യാണ്. അങ്ങനെ ആ ഫോട്ടോ ഒരു ഗിഫ്റ്റായി പാക്ക് ചെയ്ത് മറിയയുടെ കല്യാണത്തിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ആസിഫ് അവരെ 2 ഫ്രണ്ട്സിനെയും കൂട്ടി കല്യാണ വീട്ടിലെത്തുകയും അവളുടെ അച്ഛനെയും കസിനെയും പരിചയപ്പെട്ട ശേഷം ഗിഫ്റ്റ് കൊടുക്കാൻ ആസിഫ് മാത്രം അവളുടെ റൂമിലേക്ക് പോകുന്നു. അവൻ ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുകയും അപ്പോൾ തന്നെ അവൾ അത് തുറന്നു നോക്കുകയും ചെയ്യാണ്. ആ പയ്യൻ താനായിരുന്നുവെന്നും അന്ന് തൊട്ടേ തനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം അവളോട് തുറന്നു പറയുന്നു. എല്ലാം മനസ്സിലായ ശേഷം അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ അവരുടെ ഇഷ്ടം പരസ്പരം പ്രകടിപ്പിക്കുകയാണ്. അവൾക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് അവനും മനസ്സിലാക്കുന്നു. ശേഷം രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ നിന്നും ഒളിച്ചോടാൻ അവർ തീരുമാനിക്കുന്നു. അതിനുശേഷമാണ് സിനിമയുടെ കഥ തന്നെ മാറുന്നതും സിനിമ മനോഹരമാവുന്നതും. ഒളിച്ചോടിയ ശേഷം അവർ പോയത് പോളച്ചന്റെ അടുത്തേക്കായിരുന്നു. അവളുടെ കസിൻ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അവന്റെ സുഹൃത്തുക്കൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പോയത് എവിടേക്കാണെന്ന് ഇവർക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം അയാൾ അവരെ വെറുതെ വിടുന്നു. ആസിഫിനെ അവളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ.
അതുകൊണ്ട് ഉപ്പയുടെ സമ്മതത്തിനായി ഉപ്പ വരാറുള്ള പള്ളിയിലേക്ക് അവൻ എത്തുന്നു. എന്നിട്ട് ഉപ്പയെ കണ്ട് കാര്യം പറഞ്ഞു. എന്നാൽ അവളെ മതം മാറ്റാതെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ഉപ്പ വാശി പിടിച്ചു. അവളെ മതം മാറ്റാൻ അവന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അവളെ നടക്കില്ലെന്ന് മനസ്സിലാക്കിയ പോളച്ചൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ പള്ളിയിലച്ചന്റെ അടുത്ത് പോയി ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുമോ എന്നറിയാനായി ഇവരെയും കൂടി ചെല്ലുന്നു. എന്നാൽ പയ്യൻ മുസ്ലിം ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ആ വഴി നടക്കാത്തതിനാൽ അവർ അടുത്തതായി ആസിഫിന്റെ അങ്കിളിന്റെ അടുത്ത് പോയി സഹായം ചോദിക്കുകയാണ്. പെൺകുട്ടി മുസ്ലിം ആണെന്ന് പറഞ്ഞായിരുന്നു അവർ അങ്കിളിന്റെ അടുത്തേക്ക് ചെന്നത്. എന്നാൽ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കുരിശ് കണ്ടതോടെ അവൾ ക്രിസ്ത്യാനിയാണെന്ന് അങ്കിളിന് മനസ്സിലായി. ഉടനെ അങ്കിളും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാരും കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ വഴിയില്ലാതെ മേരി നമുക്ക് ആസിഫിന്റെ വീട്ടിലേക്ക് പോകാമെന്നും ഞാൻ മതം മാറാൻ തയ്യാറാണെന്നും പറയാണ്. മറ്റൊരു വഴി മുന്നിലില്ലാത്തത് കൊണ്ട് ആസിഫ് അതിന് സമ്മതിക്കാണ്. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയുകയും അവർക്കെല്ലാവർക്കും നല്ല സന്തോഷമാവുകയും ചെയ്യാണ്. അങ്ങനെ ആസിഫിന്റെ ഫാമിലി അവരുടെ കല്യാണത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ മതം മാറ്റാനായി പൊന്നാലിയിലുള്ള ആസിഫിന്റെ ബന്ധു വീട്ടിലേക്ക് അവരെല്ലാരും കൂടി പോകുന്നു. ഇവിടെ മതം മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴും അവിടെ മേരിയുടെ വീട്ടുകാർ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം മാറാനുള്ള ചടങ്ങുകൾ പാതി വഴിയായതും മേരിയാക്ക് ഡിസ്റ്റർബ് ആവുകയാണ്. കുട്ടിക്കാലത്ത് താൻ ശീലിച്ച ശീലങ്ങളൊന്നും മാറ്റാനോ പ്രാർത്ഥിച്ച ദൈവങ്ങളെ മാറ്റാനോ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആസിഫിനോട് കാര്യം പറയുന്നു. എല്ലാം കേട്ട ശേഷം ആസിഫ് അവളെ ചേർത്ത് പിടിച്ചു. സാരല്ലേ, നമുക്ക് വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാണ്. ആ സമയം അവളെ മതം മാറ്റുന്ന കാര്യം അറിഞ്ഞ് അവളുടെ വീട്ടുകാരും പോലീസും മീഡിയക്കാരും എല്ലാം തന്നെ അവിടെ എത്തി. മറിയെ അവർ ബലം പ്രയോഗിച്ച് ജീപ്പിലേക്ക് കയറ്റുകയും ലവ് ജിഹാദ് എന്ന പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വേർപിരിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്നു എന്ന പേരിൽ ആസിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അവനെ കോടതിയിൽ ഹാജരാക്കുന്നു. ഇതിനിടയിൽ അവന്റെ ഒപ്പം പലരോടും സഹായം ചോദിച്ചെങ്കിലും ആരും തന്നെ ഈ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. സ്വന്തം മതത്തിലുള്ളവർ പോലും ആസിഫിനെ ജയിലിൽ നിന്നും ഇറക്കാൻ സാധിച്ചില്ല. മതം മറന്ന് മനുഷ്യനായി കണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഇവരെ ഈ ഒരു അവസ്ഥയിലാക്കിയ ആസിഫിന്റെ ഉപ്പയെ പോളച്ചൻ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ആസിഫിന്റെ അങ്കിൾ പോളച്ചനോട് ആസിഫിന്റെ കേസ് വാദിക്കാൻ പറയുന്നു. അദ്ദേഹം ഒരു നല്ല അഡ്വക്കേറ്റ് ആയിരുന്നു. ജോലി മതിയാതെ കൊണ്ടാണ് അദ്ദേഹം ആ ഫീൽഡ് വിട്ടത്. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ആസിഫിന് വേണ്ടി പോളച്ചൻ അതിന് സമ്മതിക്കാണ്. അതേസമയം പോലീസ് ബലം പ്രയോഗിച്ച് ലവ് ജിഹാദ് എന്ന കേസ് ആസിഫിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കാണ്. അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും അവൻ എഴുതിയ റാപ്പിലെ വരികളൊക്കെയും ദേശവിരുദ്ധമാണെന്നും പറഞ്ഞ് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആ റാപ്പിൽ ആ പെൺകുട്ടിയെ കൊണ്ട് പർദ്ദയിടിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചത് കൊണ്ട് തന്നെ പല വകുപ്പുകൾ ചേർത്ത് അവനെ കൂട്ടാനായി മേരിയുടെ കസിൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം വന്നു. പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി അവരെ തീവ്രവാദ സംഘടനകൾക്ക് നൽകുക എന്നതായിരുന്നു ആസിഫിനെതിരെയുള്ള കേസ്. എന്നാൽ പോൾ വർഗീസ് അതിനുള്ള തെളിവുകളൊന്നും ഇല്ല എന്നും എല്ലാ പ്രണയം മതം മാറ്റത്തിന് വേണ്ടിയല്ല എന്നും സമൂഹത്തിൽ ചില ആൾക്കാർ മാത്രം ചെയ്ത തെറ്റിനെ ഒരു സമുദായത്തെ തന്നെ തെറ്റാണെന്ന് കണക്കാക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് പോളച്ചൻ കോടതിയിൽ വാദിക്കാണ്. ഇന്നത്തെ കാലത്ത് മതത്തിന്റെ വിഷം തീണ്ടാത്ത യൗവനങ്ങളെ പിരിക്കാൻ സമ്മതിക്കരുതെന്നും പോളച്ചൻ ജഡ്ജിയോട് പറയുന്നു. ജഡ്ജിയും പോളച്ചന്റെ വാക്കുകളിൽ ഇംപ്രസ്സായി. ശേഷം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായി മറിയെ വിളിക്കുന്നു. ബലം പ്രയോഗിച്ചല്ല തന്നെ ആസിഫ് വീട്ടിൽ നിന്നും കൊണ്ടുപോയതെന്നും തന്റെ സമ്മതപ്രകാരമാണ് മതം മാറ്റാൻ തയ്യാറായതെന്നും മേരി കോടതിയിൽ പറഞ്ഞു. അത് കേട്ടതും ആസിഫിന് ഒരു സമാധാനമായി. ഒപ്പം ആരുടെ കൂടെ പോകണമെന്നും ജഡ്ജി ചോദിച്ചപ്പോൾ മറിയ അവരുടെ വീട്ടുകാരുടെ കൂടെ പോകണമെന്നും മറുപടി നൽകി. ഇത് ആസിഫിനും വീട്ടുകാർക്കും ഷോക്കായിരുന്നു. അവൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തീരുമാനിച്ചതെന്ന് ആസിഫിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ ഇതെല്ലാം സഹിച്ചത് തന്നെ അവൾക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ടും അവളുടെ ഭാഗത്തു നിന്നും ഇത് കേട്ടപ്പോൾ അവനാകെ തകർന്നു പോകുന്നു. അങ്ങനെ മേരി അവളുടെ വീട്ടുകാർക്കൊപ്പം തിരിച്ചുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിട്ടും ആസിഫ് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ ആയിരുന്നു. മേരിയുടെ സങ്കടം അവളുടെ അച്ഛനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നാലും ആ തിരുവസ്ത്രം അണിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. അവളുടെ കസിനാണെങ്കിൽ അവനെ കോടതി വെറുതെ വിട്ടത് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ മറ്റു വകുപ്പുകൾ ചേർത്ത് അവനെ പൂട്ടാനുള്ള വഴികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറിയയ്ക്ക് ആസിഫിനെ കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കസിനായിരുന്നു അതിനെല്ലാം തന്നെ എതിര് നിന്നത്. എന്നാൽ ഒരു ദിവസം മറിയ ആരും കാണാതെ ഫോൺ എടുത്ത് ആസിഫിന് മെസ്സേജ് അയക്കുന്നു. എന്നാൽ അവളുടെ കസിൻ അത് കാണുകയും ഉടനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാണ്. കാര്യം കസിൻ മറിയുടെ അച്ഛനെ അറിയിച്ച് അന്ന് ഉറപ്പിച്ചു വെച്ച UK കാരനുമായുള്ള കല്യാണം പെട്ടെന്ന് തന്നെ നടത്താൻ തീരുമാനിക്കുന്നു. ഇതേസമയം മറിയ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് കണ്ട ആസിഫ് മറിയയ്ക്ക് തന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി അവളെ കാണാൻ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് ബൈക്കിൽ അവളെ കാണാൻ പോകുന്നു. അവൻ വരുന്ന കാര്യം അറിഞ്ഞ കസിൻ അവനെ അടിച്ചോടിക്കാൻ കുറച്ച് ആളുകളെ ഏർപ്പാടാക്കുന്നു. ആസിഫ് പോയ കാര്യം അറിഞ്ഞ് പിള്ളേച്ചനും ഫ്രണ്ട്സും അവനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അവരും പിന്നാലെ പോകുന്നു. അങ്ങനെ എല്ലാവരും ആ കല്യാണം നടക്കുന്ന പള്ളിയിലെത്തി. എന്നാൽ ആസിഫ് മാത്രം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പള്ളിയിൽ മറിയുടെ കല്യാണ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. എല്ലാവരും കല്യാണ ചെക്കനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാറിൽ ബിഷപ്പ് വരുന്നത്. കൂടെ ആസിഫും ഉണ്ടായിരുന്നു. ആസിഫ് നേരത്തെ പോയത് ബിഷപ്പിന്റെ അടുത്തേക്കായിരുന്നു. അവരെ കണ്ട് കരഞ്ഞ് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും മറിയുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ബിഷപ്പ് അവനെ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ആസിഫ് ചെയ്ത തെറ്റിനെല്ലാം തന്നെ മറിയുടെ അച്ഛനോട് മാപ്പ് പറയുകയാണ്. ശേഷം മറിയമ്മായി സംസാരിക്കാനുള്ള സമ്മതം വാങ്ങുന്നു. അങ്ങനെ മറിയുടെ അച്ഛന്റെ സമ്മതപ്രകാരം മറിയമ്മായി അവൻ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തന്നെ വേണ്ട എന്ന് വെച്ചതെന്ന് അവൻ മറിയോട് ചോദിക്കുന്നു. കോടതിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ
ആസിഫിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് മറിയ പറയുന്നു. താൻ കാരണം ആസിഫ് ജയിലിൽ കിടക്കുന്നത് കാണാൻ മറിയയ്ക്ക് കഴിയില്ലായിരുന്നു. ഇത് മനസ്സിലാക്കി ആസിഫ് മറിയയുടെ അച്ഛന്റെ അടുത്ത് ചെന്ന് എന്റെ പേരാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ മതം മാറാനും തയ്യാറാണെന്ന് പറയാണ്. ഈ മതഭ്രാന്തെല്ലാം മാറ്റിവെച്ച് പരസ്പരം ജീവനത്തോളം സ്നേഹിക്കുന്നതിന് ജീവിക്കാൻ വിട്ടൂടെ എന്ന് പോളച്ചൻ മറിയയുടെ അച്ഛനോട് പറയുന്നു. അവരുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ ബിഷപ്പും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അവർക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ എന്ന് ബിഷപ്പ് പറയുന്നു. ഒടുക്കം എല്ലാവരും സമ്മതിച്ചെന്നായപ്പോൾ കസിൻ എതിർപ്പുമായി വന്നു. ഇനി ചെക്കന്റെ വീട്ടുകാരോട് നമ്മൾ എന്ത് പറയും, ഒരു തവണ മുടങ്ങിയതാണ്, വീണ്ടും അവരെ അപമാനിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. മറിയയുടെ അച്ഛന്റെ ടെൻഷനും അത് തന്നെയായിരുന്നു. ആ സമയം മറിയ ചെക്കൻ ഫോണിൽ വിളിക്കുന്നു. അവളെ വിവാഹ വേഷത്തിൽ ഒരുക്കി നിർത്തിയിട്ട് കല്യാണത്തിന് വരാതെ അവളെ നാട്ടുകാരുടെ മുൻപിൽ നാണം കെടുത്തുക എന്നതായിരുന്നു ചെറുക്കന്റെ ഉദ്ദേശം. അവനോട് അന്ന് ചെയ്തതിന് അവൻ പകരം വീട്ടുകയായിരുന്നു. എന്നാൽ അതിപ്പം മറിയയ്ക്കും ആസിഫിനും എല്ലാവർക്കും തന്നെ സന്തോഷമുള്ള കാര്യമായി മാറുകയാണ്. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആസിഫും മറിയും കല്യാണം കഴിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.